നമ്മൾ നമ്മളെക്കാളും കൂടുതൽ നമ്മൾ ജീവന തുല്യം വിശ്വസിക്കുന്ന നമ്മുടെ മാതാപിതാക്കൾ നമ്മളോട് ജീവിതം മുഴുവനും നമ്മളോട് കള്ളം പറയണമെന്ന് അറിഞ്ഞാൽ അതിൻ്റെ ഒരു റിയാക്ഷൻ എന്തായിരിക്കും? അത് എത്ര വലിയൊരു കള്ളമായിരുന്നു. ലൈക്ക് എനിക്കൊരു പെങ്ങളുണ്ട്, എനിക്കൊരു വേറൊരു ഫാമിലി മെമ്പർ ഉണ്ടെന്ന് ജീവിതകാലം മുഴുവൻ തന്നിൽ നിന്ന് മറച്ചു വെച്ചു. അപ്പം അതിൽ നിന്ന് വരുന്ന റിയാക്ഷൻ എന്തായിരിക്കും? അപ്പം അതിൽ നിന്ന് വരുന്ന സ്റ്റോറി എന്തായിരിക്കും? അത് തന്നെയാണ് ഈ ഒരു ആമസോൺ പ്രൈം വീഡിയോയിൽ പുതിയതായിട്ട് ഇറങ്ങിയ സ്റ്റെർലിംഗ് പോയിന്റ് എന്ന പടത്തിൻ്റെ ചെറിയ സിനോപ്സിസ്. 8 എപ്പിസോഡുണ്ട്. അതിൻ്റെ റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. സോ സ്റ്റെർലിംഗ് പോയിന്റ് ഓൾ 8 എപ്പിസോഡ് അവൈലബിൾ ആണ് പ്രൈം വീഡിയോയിൽ. ഒരു മകള് തൻ്റെ ബ്രദറിനോടൊപ്പം, തൻ്റെ അച്ഛനോടൊപ്പം നല്ല റിച്ച് വീട്ടിൽ കഴിയാണ്. ആ പെണ്ണിന് ഒരു ബോയ് ഫ്രണ്ട് ഉണ്ട്. ബോയ് ഫ്രണ്ട് ആണ് ബോയ് ഫ്രണ്ട് തന്നെയാണോ എന്നുള്ളൊരു സംശയത്തിലിരിക്കുകയാണ്. അപ്പോഴാണ് തൻ്റെ അപ്പൂപ്പൻ മരിച്ചെന്നുള്ളൊരു കത്ത് വരുന്നത്. അപ്പം അതിൽ നിന്നും വേറെ കുറേ കത്തുകളും ഈ പെണ്ണിന് കിട്ടി. ആ കത്തുകൾ അപ്പൂപ്പൻ ഈ പെണ്ണിന് കുറേ നാൾക്ക് മുമ്പേ അയച്ചതാണ്. പക്ഷെ അത് അച്ഛൻ മറച്ചു വെച്ചു. ഈ പെണ്ണിൻ്റെ നിന്നും മറച്ചു വെച്ചു. ഈ പെണ്ണും ഈ ചെക്കനും നിന്നും മറച്ചു വെച്ചു. അപ്പൊ ഈ പെണ്ണ് എന്താണ് ഇതിന്റെ സീക്രട്ട് എന്ന് അറിയാൻ വേണ്ടി കാനഡയിലേക്ക് തിരികെയാണ്. അപ്പൊ അവിടെ ചെല്ലപ്പോഴാണ് ഈ പെണ്ണിന്റെ അമ്മനെ പറ്റിയും ഈ പെണ്ണിന്റെ ഹെറിറ്റേജിനെ പറ്റിയും പിന്നെ ഈ പെണ്ണിന്റെ പാസ്റ്റ്, ഈ പെണ്ണിന്റെ അമ്മയുടെയും അപ്പന്റെയും പാസ്റ്റും പിന്നെ ഇതിൽ നിന്നും ഇവർക്കൊരു മോളുണ്ട് എന്നുള്ള കാര്യവും കൂടി അറിയുന്നത്. ഇതെല്ലാം ഇത്രയും ഒരു വലിയ ഒരു സത്യം ഈ പെണ്ണോട് മറച്ചു വെച്ചു എന്നത് അറിഞ്ഞപ്പോൾ ഈ പെണ്ണിന്റെ ഒരു റിയാക്ഷൻ, എൻ്റെ ഒരു ഷോക്ക് എലമെന്റ്, അതൊക്കെ തന്നെയാണ് ഫസ്റ്റ് 2 എപ്പിസോഡിൽ പറയുന്നത്. ഞാൻ ഇതിൻ്റെ ഫസ്റ്റ് 2 എപ്പിസോഡേ കണ്ടിട്ടുള്ളൂ. അത് കണ്ടിട്ട് എനിക്കിതിലൊരു നല്ലൊരു എൻഗേജ്മെന്റ് തോന്നുകയാണെങ്കിൽ മാത്രമേ ഞാൻ പിന്നെ കാണാൻ ഞാൻ തീരുമാനിച്ചുള്ളൂ. എനിക്ക് ഓബ്വിയസ്ലി നല്ല എൻഗേജ്മെന്റ് തോന്നി. അപ്പോൾ ഓബ്വിയസ്ലി ഞാൻ വീണ്ടും ഇതിൻ്റെ എപ്പിസോഡ് കാണുന്നതായിരിക്കും. അതിൻ്റെ റിവ്യൂ ഞാൻ വീണ്ടും ഇടുന്നതായിരിക്കും. പക്ഷേ ഈ 2 എപ്പിസോഡ് കണ്ടതിന് ശേഷം എനിക്കിത് ഇൻട്രസ്റ്റിംഗ് ആണെന്ന് തോന്നിയാൽ മാത്രമേ ഞാൻ വീണ്ടും കാണുന്നുള്ളൂ എന്നാണ് ഞാൻ പേഴ്സണലി തീരുമാനിച്ചത്. അപ്പോൾ ഓബ്വിയസ്ലി എനിക്ക് ഇൻട്രസ്റ്റ് ആയി. ബട്ട് ഇതിൽ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ കാര്യങ്ങൾ ഞാൻ പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഇതിൻ്റെ ക്വാളിറ്റി വളരെ നല്ലതാണ്. ഇതിൻ്റെ മലയാളം ഡബ് അവൈലബിൾ ആണ്. ബട്ട് ഇതൊരു ഇൻട്രസ്റ്റിംഗ് കാര്യം അല്ലെങ്കിൽ ഇതിൻ്റെ സ്റ്റോറി അത് ശരിക്കും നിങ്ങളെ ഹുക്ക് ചെയ്യുന്നൊരു ടൈപ്പ് സംഭവമല്ല. നിങ്ങൾക്ക് ഈ ലൈഫ് സ്റ്റൈൽ ടീൻ ഡ്രാമ അതൊക്കെ ഇഷ്ടമാണെങ്കിൽ ഇത് കാണുക. ലൈക്ക് വളരെ കെയർ ഫ്രീ ആയിട്ടുള്ള വളരെ റിലാക്സ്ഡ് ആയിട്ടുള്ള സീരീസാണ്. ഇപ്പോഴത്തെ കാലത്തൊക്കെ എല്ലാവരും വളരെ ഹൈ വോൾട്ടേജ് ആക്ഷൻ, ഭയങ്കര ഒച്ചയും ബഹളവും, ഓൾറെഡി ശരിക്കും തലമുണ്ണായി പോകുന്നത്. എനിക്കൊന്ന് മനസ്സമാധാനമായിട്ടൊന്ന് കാണാൻ പറ്റിയ ഒരു സീരീസ് ഇപ്പം അവൈലബിൾ അല്ല. ലൈക്ക് അങ്ങനത്തെ ഒരു സീരീസ് ഉണ്ടെങ്കിലും ആൾക്കാരത് പ്രിഫർ ചെയ്യുന്നില്ല. കാരണം നമ്മൾ ഇഷ്ടപ്പെട്ടിരുന്ന വളരെ റിലാക്സ്ഡ് ആയിട്ടുള്ള നമ്മുടെ മനസ്സിൽ സന്തോഷം വരുത്തുന്ന കുറച്ച് സീരീസ് ഉണ്ട്. നമുക്ക് എത്ര കണ്ടാലും മതി വരാത്ത കുറച്ച് സീരീസ് ഉണ്ടാവും. ആരുടെയെങ്കിലും അല്ല, എല്ലാവരുടെ ലൈഫിലും എൻ്റെ ലൈഫിലും എല്ലാവർക്കും അതേപോലത്തെ സീരീസ് ഉണ്ടാവും. ഒരു ഫീൽ ഗുഡ് സംഭവം, അത് നമ്മൾക്ക് ശരിക്കും തോന്നുന്ന ഒരു ഫീല്, ആ ഫീലിനെ അതിന് പകരം വെക്കാൻ വേറെ ഒന്നും ഉണ്ടാവില്ല. അങ്ങനത്തെ കുറച്ച് സംഭവം തരുന്ന ഒരു സീരീസാണിത്. ഇത് ചിലവർക്ക് കണക്റ്റ് ആവും. ലൈക്ക് ഇതിൻ്റെ ഫീലും ഇതിൻ്റെ പാട്ടും, പാട്ടും ആ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ആ ഒരു ഓവറോൾ ആ ഒരു കളർ ഗ്രേഡിങ്ങും പിന്നെ ആ ഒരു സ്റ്റോറിയും എല്ലാം കൂടിയും ആ കൾമിനേറ്റ് ചെയ്ത് വരുമ്പോൾ തരുന്ന ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പം ആ ഒരു എക്സ്പീരിയൻസിന് പകരം വെക്കാൻ വേറെ ഒരു ഹൈ വോൾട്ടേജ് അതൊന്നും കഴിയില്ല. അപ്പം ഇങ്ങനത്തെ ഒരു സീരീസ് വളരെ നീഡാണ് ഈ ഒരു സമയത്ത്. ബട്ട് അത് അത്രയും ക്വാളിറ്റിയിൽ വന്നാൽ മാത്രമേ അതിനൊരു ചാൻസ് കൊടുക്കാനോ അല്ലെങ്കിൽ അത് ഇത്ര ഫേമസ് ആകാനോ കഴിയുള്ളൂ. ഇതിന് നല്ല ചാൻസ് ഉണ്ട്. ബട്ട് സോ ഫാർ എനിക്ക് ഇതിൻ്റെ റേറ്റിംഗ് അത്ര വലിയ ഇതായിട്ട് തോന്നിയില്ല. ലൈക്ക് അത്രയും റേറ്റിംഗ് ഉള്ള സീരീസ് ആയിട്ട് ഇത് വന്നിട്ടില്ല. ഇതിന് ഇനിയും വർക്ക് ചെയ്തെടുക്കാനുണ്ട്. ബട്ട് 2 എപ്പിസോഡ് കണ്ടതിൽ വെച്ച് എനിക്ക് പേഴ്സണലി ഈ സംഭവം നന്നായിട്ട് തന്നെ തോന്നി, നല്ല ക്വാളിറ്റി സംഭവമായിട്ട് തോന്നി. സോ ഓബ്വിയസ്ലി അടുത്ത എപ്പിസോഡ് കണ്ടിട്ട് ബാക്കി റിവ്യൂ ഞാൻ ഇടാം. സോ ഈ 2 എപ്പിസോഡ് ഇസ് റിയലി ഗുഡ് ആൻഡ് ഇറ്റ്സ് വെരി വൺ ടൈം വാച്ചബിൾ ആയിട്ടുള്ള ഡെഫിനറ്റ്ലി ഒരു സീരീസ് തന്നെയാണ്. ഒരു ഫീൽ ഗുഡ്, ഒരു ലൈഫ് സ്റ്റൈൽ ടീൻ ഡ്രാമ, കുറച്ച് സസ്പെൻസ് ഒക്കെ ഉള്ള സംഭവമാണ്. സോ ദാറ്റ് ഈസ് മൈ റിവ്യൂ. സോ യാ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.